सद्गुरु महाराज की जय। प्रेमिकं सद्गुरुं भजे। बोलो नारायण जय जय विठ्ठला। बोलो नारायण जय जय। बोलो नारायण जय जय विठ्ठला। बोलो नारायण जय जय। लक्ष्मी नारायण रंग रंग विठ्ठला। लक्ष्मी नारायण रंग गोविंद विठ्ठला। गोपाल विठ्ठला। गोविंद गोपाल विठ्ठल। गोविंद विठ्ठला। गोपाल विठ्ठला। गोविंद विठ्ठल। गोपाल विठ्ठल। श्रीरंग विठ्ठला पांडुरंग विठ्ठला। श्रीरंग पांडुरंग विठ्ठला। बोलो नारायण जय जय विठ्ठला। बोलो नारायण जय जय विठ्ठला। जय जय विठ्ठला। जय 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 विठ्ठला। जय 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 विठ्ठल। जय 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 विठ्ठला। जय 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 विठ्ठला। सर्वत्र गोविंद नाम संकीर्तनम। गोविंद जय बोल सद्गुरु महाराज की जय. ഇന്നലെ വൈകുന്നേരം വിദ്യാഗോപാല മന്ത്രാർച്ചനയായതുകൊണ്ട് നരസിംഹാവതാരം പറയാൻ സമയം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നരസിംഹാവതാരം പറഞ്ഞിട്ട് പിന്നെ ബാക്കി അധ്യായങ്ങൾ നമുക്ക് പാരായണം ചെയ്യാം. ഭാഗവതത്തിൽ ഓരോ സ്കന്ധങ്ങളിൽ ഓരോരോ ലക്ഷണം എന്നാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതുപോലെ ഈ 7ാമത്തെ സ്കന്ധത്തിൽ ഊതി എന്ന ലക്ഷണമാണ് വർണ്ണിക്കുന്നത്. ഊതി പറഞ്ഞാൽ അർത്ഥം ഊതയ കർമ്മവാസനാഹ. ഓരോരോ ആൾക്ക് ഓരോരോ കർമ്മവാസനകളാണ്. ആസ്വികമായ വാസനകൾ, ദൈവീ വാസന, മിശ്രവാസന എന്ന 3 എണ്ണം. ഈ വാസനകൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് ചോദിച്ചാൽ, സജ്ജനങ്ങളെ ആശ്രയിക്കുമ്പോൾ നല്ല വാസന ഉണ്ടാവും. സജ്ജനങ്ങളെ അവമാനിക്കുമ്പോൾ ദുഷിച്ച വാസന ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചു തരണം. സനകാദി യോഗീശ്വരന്മാർ വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ അവരെ തടഞ്ഞു. അത് ജയവിജയന്മാർ, ഭഗവാന്റെ തൊട്ടടുത്തിരുന്നവർ തടഞ്ഞതുകൊണ്ട് എന്തായി? അവർ അസുരന്മാരായി ജനിക്കേണ്ടതായി. ഭഗവാന്റെ തൊട്ടടുത്ത് ഇരുന്ന് അവർ ഭഗവാനെ എതിർത്ത് നിൽക്കാൻ തുടങ്ങി. എന്താ കാരണം? സജ്ജനങ്ങളെ അവമാനിച്ചത് കൊണ്ടാണ്. അതേ ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായി മാറി. എന്തുകൊണ്ട്? സജ്ജനങ്ങളുടെ ആശീർവാദം, നാരദൻ്റെ ആശീർവാദമാണ്. ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മുനേർ വീണാപാണേഹി അധികത ഭവത് ഭക്തി മഹിമ. ഗർഭപാത്രത്തിൽ കുട്ടികൾ കിടക്കുമ്പോൾ അമ്മമാർ വീണാഗാനം കേൾക്കണം എന്നാണ് ശാസ്ത്രം, ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണാപാണേഹി അധികത ഭവത് ഭക്തി മഹിമ എന്ന് ഇവിടെ ഭട്ടത്തിരി പറയുന്നു. പിന്നെ വീണാഗാനം കേൾക്കാൻ എന്താ അറിയണം? അങ്ങനെ നല്ല ഗാനങ്ങളെ കേൾക്കണം. നല്ല കഥകളെ കേൾക്കുമ്പോൾ കുട്ടികൾ നല്ല കുട്ടിയായി ജനിക്കും. പ്രഹ്ലാദന് എത്ര സങ്കടം ഉണ്ടായിരുന്നു. എന്നിട്ടും പ്രഹ്ലാദൻ ദുഃഖിച്ചിട്ടില്ല. പ്രകൃഷ്ടേന ആഹ്ലാദ, എപ്പോഴും ആഹ്ലാദിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ എന്ന് പേര് വരാൻ കാരണം. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളോ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താ കാരണം? അമ്മമാർ സീരിയൽ കാണുന്നു. ഗർഭവതിയായ അമ്മമാർ സീരിയൽ കണ്ടാൽ ജനിക്കുന്ന കുട്ടികളെ എന്ത് പറഞ്ഞാലും അങ്ങനെ കരയാൻ തുടങ്ങും. അപ്പോൾ കുട്ടികൾ കരയനോ ആഹ്ലാദിക്കണോ അത് തീരുമാനിക്കേണ്ടത് അച്ഛനമ്മമാരാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ശബ്ദങ്ങളും അത് ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. അപ്പോൾ നല്ല ശബ്ദങ്ങൾ നല്ലത് കേൾക്കുമ്പോൾ കുട്ടികൾ നല്ല കുട്ടികളായി വരും. ഇങ്ങനെ സിനിമ ഒക്കെ ഭീകരന്മാരുടെ സിനിമ ഒക്കെ കണ്ടാൽ പിന്നെ കുട്ടി ഭീകരനായി തീരും. അപ്പോൾ നല്ല കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ സജ്ജന സംസർഗം വേണം എന്നുകൂടി ഇവിടെ കാണിച്ചു തരണം. വൃത്രാസുരൻ നല്ല ഭക്തനായിരുന്നു. പക്ഷേ വൃത്രാസുരനെ വധിക്കാൻ ഉപായം, ഐഡിയ ഒക്കെ ഭഗവാനാണ് കൊടുക്കുന്നത്. അപ്പോൾ പരീക്ഷത്തിന് സംശയം, ഭഗവാനുക്ക് ഇങ്ങനെ ഭേദമുണ്ടോ? ഇയാൾ അസുരൻ, ഇയാൾ ദേവൻ, ഇങ്ങനെ ഭേദം ഭഗവാനുക്ക് ഉണ്ടോ എന്ന് സംശയം.
അതാ ചോദിക്കുന്നു ഇവിടെ. സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാൻ അവധീത് വിഷമോ യഥാ. ഭഗവാനക്ക് എല്ലാവരും ഒന്നാണ്. ഇവൻ പഠിച്ചവൻ, ഇവൻ പഠിക്കാത്ത ആള്, ഇവൻ വലിയ സ്ഥാനത്തിലുള്ളിരിക്കുന്ന ആളാണ്, ഈ സ്ഥാനമില്ലാത്ത ആളാണ്, ഇയാൾ പണക്കാരനാണ്, ഇയാൾ ഏഴയാണ്, ഇയാൾ ബലമുള്ള ആളാണ്, ഇതൊക്കെ ഭേദമില്ല. ശബരിമലയിൽ പോയാൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. വലിയ ഡാക്ടറും ഒന്നും പഠിക്കാത്ത ആളും ഒന്നിച്ച് സ്വാമി സ്വാമി പറഞ്ഞ് എല്ലാവരും ഒന്നാവും. ഭഗവാന്റെ മുന്നിൽ എത്തുമ്പോൾ എല്ലാവരും ഒന്നാണ്. പക്ഷെ കഥ കാണുമ്പോൾ അസുരന്മാരാണെങ്കിൽ ഭഗവാൻ അവർ വധിക്കുന്നു, ദേവന്മാരാണെങ്കിൽ ഭഗവാൻ സംരക്ഷിക്കുന്നു. ഇങ്ങനെ ഭേദം വരാൻ എന്താണ് കാരണം ചോദിച്ചപ്പോഴാണ് ശുകാചാര്യൻ പറയുന്നു, സാധുപൃഷ്ടം, നല്ല ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം അറിയേണ്ടവർ സന്തോഷം ഉണ്ടാവും, ഉത്തരം അറിയാത്തവർ ശുണ്ഠിയെടുക്കും. ഇങ്ങനെ ചോദിക്കരുത് കേട്ടോ, അങ്ങനെ പറയും. ശുണ്ഠിയെടുത്താൽ എന്താ കാരണം? ശേഷം കോപേന ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാത്ത ആളാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് ഉത്തരം അറിയുന്ന ആളാണെങ്കിൽ സന്തോഷിക്കും. സാധുപൃഷ്ടം, നല്ല ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നു. ഭഗവാനുക്ക് ഭേദമില്ല. ഒരു അസുരൻ്റെ കുട്ടിയായ പ്രഹ്ലാദന ഭഗവാൻ മടിത്തട്ടിൽ വെച്ച് ലാളിച്ച കഥ പറഞ്ഞ് കേൾപ്പിക്കാം ആണ് ഇവിടെ തുടങ്ങുന്നു. ഇവിടെ പ്രഹ്ലാദ ചരിത്രം തുടങ്ങുമ്പോൾ ധർമ്മപുത്രൻ്റെ രാജസൂയ സദസ്സിൽ ധർമ്മപുത്രനുക്ക് നാരദൻ പാടി കേൾപ്പിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നു. ധർമ്മപുത്രൻ്റെ രാജസൂയ സദസ്സിൽ ആദ്യം ശ്രീകൃഷ്ണനെ പൂജിച്ചു, ആ തീർത്ഥം എല്ലാവർക്കും തെളിച്ചു. ഇത് കണ്ടപ്പോൾ അവിടെ ശിശുപാലൻ ഉണ്ടായിരുന്നു. ശിശുപാലൻ പറഞ്ഞു, ഈ ആട് മേച്ച് നടന്ന ഇയാളുടെ പാദതീർത്ഥമാണോ ഞങ്ങളുടെ തലയിൽ എന്ന് പറഞ്ഞ് കൃഷ്ണനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അങ്ങനെ 100 എണ്ണം ആയപ്പോൾ ഭഗവാൻ തൻ്റെ തൃച്ചക്രം കൊണ്ട് ശിശുപാലൻ്റെ കഴുത്ത് മുറിച്ചു. അപ്പോൾ അവൻ്റെ കഴുത്തിൽ നിന്നും ഒരു ജ്യോതി പുറപ്പെട്ടു, ഭഗവാന്റെ തിരുവടിയിൽ ഐക്യമായി. ഇത് കണ്ടപ്പോൾ ധർമ്മപുത്രനുക്ക് അത്ഭുതം. അഹോ അത്യദ്ഭുതം ഹേതത്. ഇവിടെ രാജസൂയം ഞാൻ നടത്തിയത് എന്തിനാ? ഭഗവാനെ പൂജിക്കുന്നവർക്ക് സദ്ഗതി കിട്ടും, അത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് രാജസൂയകം ഞാൻ നടത്തുന്നു. പക്ഷേ ഇവിടെ വിപരീതമായി. ഭഗവാനെ പൂജിക്കുന്ന ആളെക്കാൾ ഭഗവാനെ നിന്ദിച്ച ആൾക്ക് നേരിട്ട് സദ്ഗതി കിട്ടുന്നു. ഈ ശിശുപാലൻ ആരഭ്യ കലഭാഷണാത്ത്, ആദ്യം വാക്ക് പറയാൻ തുടങ്ങില്ലേ കുട്ടികളൊക്കെ, അമ്മ, അച്ഛ, ഇങ്ങനെ മാമ, ഇങ്ങനെയൊക്കെ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കണ്ണൻ, കള്ളൻ അങ്ങനെ തുടങ്ങിയ ആളാണ്. ആരഭ്യ കലഭാഷണാത്ത് അങ്ങനെ തുടങ്ങിയ ഈ ശിശുപാലൻ എല്ലാവരും കാണുന്ന രീതിയിൽ ഭഗവാന്റെ പാദത്തിൽ ഐക്യമായല്ലോ. അതെന്താണ് ആ കാരണം? അപ്പോൾ നാരദൻ പറഞ്ഞു, അതിന് കാരണം ധ്യാനമാണ്. നിന്ദിച്ചാളും ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. നമ്മളൊക്കെ ഭഗവാനെ സ്തുതിച്ചാലും ഭഗവാനെ ധ്യാനിക്കാറില്ല. മനസ്സ് എന്തോ വിചാരിച്ചുകൊണ്ടിരുന്നു, കണ്ണ് നോക്കണു, ഇങ്ങനെ വായിച്ചു പോകുന്നു. അത് പ്രധാനമല്ലേ? മനസ്സുകൊണ്ടാണ് എന്ത് ചിന്തിക്കുന്നുവോ അതാണ് പ്രധാനം. ഇവിടെ ഇരുന്നിട്ട് മനസ്സുകൊണ്ട് വേറെ എങ്കിലും ചിന്തിച്ചിരുന്നാൽ ഗുണം ഉണ്ടാവുമോ സംശയം. വേറെ എവിടെ ഇരുന്നാലും ഇവിടെ മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അത് നന്നായി. ശിശുപാലൻ ഭഗവാനെ നിന്ദിച്ചാലും എപ്പോഴും ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈ ശിശുപാലൻ പൂർവജന്മത്തിൽ എങ്ങനെയായിരുന്നു? ആ ശിശുപാലൻ്റെ പൂർവജന്മ കഥ പറഞ്ഞ് കേൾപ്പിക്കാൻ തുടങ്ങുന്നു. ശിശുപാലൻ പൂർവജന്മത്തിൽ ഹിരണ്യകശിപുവായിരുന്നു. അനുജനെ ഹിരണ്യാക്ഷനെ വരാഹ ഭഗവാൻ വധിച്ചു എന്ന് കേട്ടപ്പോൾ ഉടനെ ശൂളം എടുത്ത് പ്രതിജ്ഞ ചെയ്തു. ശൂളമുദ്യമ്യ സദസി ദാനവാണിതമബ്രവീത്. എൻ്റെ അനുജനെ കൊന്ന ആ ഭഗവാനെ വിഷ്ണുവിനെ എൻ്റെ ശൂളം കൊണ്ട് മാറെടുത്ത് കുത്തി ആ മാറ് കീറി രക്തം എടുത്ത് ഞാൻ എൻ്റെ അനുജനെ തർപ്പിക്കും. രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരം മേ ഗതവ്യഥഃ. ഇങ്ങനെയൊക്കെ ഘോരമായ ശപഥം ചെയ്ത് തപസ്സിനെ പുറപ്പെട്ടു. കാരണം വിഷ്ണുവിനെ വധിക്കണമെങ്കിൽ കരബലം മാത്രം പോരാ, വരബലം കൂടി വേണ്ടേ. അതിനുവേണ്ടി തപസ് ചെയ്തു. ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കി. ബ്രഹ്മാവ് ചോദിച്ചു, എന്താണ് വരം വേണം? ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ എനിക്ക് മരണം പാടില്ല. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അത് എന്നെ കൊണ്ട് കൊടുക്കാൻ വയ്യ. എന്താ, ജനിച്ചാൽ മരണം ഉറപ്പാണ്.
മരിക്കാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ജനിക്കാതിരിക്കണം, അതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ മരണം വരുന്ന വഴിയൊക്കെ തടയാൻ തീരുമാനിച്ച് മുകളിൽ മരണം പാടില്ല, താഴെ പാടില്ല, ഉള്ളിൽ പാടില്ല, പുറത്ത് പാടില്ല, പകലിൽ പാടില്ല, രാത്രി പാടില്ല, ഇങ്ങനെയൊക്കെ വരം മേടിച്ചു. പിന്നെ എല്ലാ ദേവന്മാരെയും കീഴടക്കി ഹിരണ്യകശിപുവാണ് 3 ലോകത്തിൻ്റെ രാജാവായി. അപ്പോൾ ദേവന്മാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. അവരെ എല്ലാവരും പാലാഴിയിൽ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ. എല്ലാവരും ഉറക്കം ജപിക്കും. ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ, 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 ജയ ജയ ഗോപാല ഹരേ, ജയ ജയ ഗോപാല ഹരേ. ദേവന്മാരൊക്കെ ഭഗവാനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഹിരണ്യകശിപുന് 4 കുട്ടികൾ ഉണ്ടാവും. ഹ്രാദൻ, അണുഹ്രാദൻ, സംഹ്രാദൻ, പ്രഹ്ലാദൻ. അതിൽ 4ാമത്തെ ഉണ്ണിയായ പ്രഹ്ലാദനെ ഹിംസിക്കുമ്പോൾ ഞാൻ അവതരിക്കാം. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, ഞങ്ങളൊക്കെ ഭക്തന്മാരല്ലേ, നിങ്ങളും ഭക്തന്മാർ തന്നെയാണ്, പക്ഷേ പ്രഹ്ലാദനെ പോലെ ആയിട്ടില്ല. ആ പ്രഹ്ലാദൻ വരുന്നത് വരെ കാത്തിരുന്നോളൂ പറഞ്ഞു. അതേപോലെ പ്രഹ്ലാദനം ജനിച്ചു. പ്രഹ്ലാദൻ ജനിച്ച 5 വയസ്സായപ്പോൾ അവിടെ പാഠശാലയിൽ ഉണ്ടാക്കി. പാഠശാലയിൽ ഉപാധ്യായന്മാർക്ക് പാഠം പഠിപ്പിക്കും മുമ്പ് ആദ്യം ഒരു പ്രാർത്ഥന ചൊല്ലേണ്ടേ. പണ്ട് പ്രാർത്ഥന എന്തായിരുന്നു? നാരായണായ നമഃ. ആദ്യം പാഠം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഹരിശ്രീ ഗണപതയേ നമഃ. അങ്ങനെ എഴുത്ത് തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ പാഠത്തിൻ്റെ പേര് എന്താണ്? ഹരിച്ചുവടി. അതാണ് ഹരിൻ്റെ പേര് തുടങ്ങുന്നത് കൊണ്ടാണ് ഹരിച്ചുവടി. ഹരിശ്രീ ഗണപതയേ നമഃ. ഇപ്പോൾ അത് മാറ്റി. ഇപ്പോഴൊക്കെ എല്ലാം പേടിപ്പിക്കുന്നത് ABCD ഇതൊക്കെ പറയുന്നു. ആദ്യം നല്ല ഭഗവാന്റെ പേരിൽ തുടങ്ങേണ്ടേ. ഇങ്ങനെ ഹിരണ്യകശിപു അത് മാറ്റി നാരായണായ നമഃ, ഹരിശ്രീ ഗണപതിയൊക്കെ മാറ്റി ഹിരണ്യായ നമഃ എന്ന് പാഠം പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രഹ്ലാദൻ നാരായണായ നമഃ പറഞ്ഞപ്പോൾ ഉപാധ്യായന്മാർ പറഞ്ഞു, ഇതൊക്കെ പഴയ സിലബസാണ്, ഇതൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ സിലബസ് ഇതാണ്, ഹിരണ്യായ നമഃ ജപിച്ചോളൂ. പ്രഹ്ലാദൻ മാറ്റിയിട്ടില്ല, വീണ്ടും നാരായണാഥനെ ജപിക്കാൻ തുടങ്ങി. ഒരു അവധി ദിവസം ഞായറാഴ്ച കൊട്ടാരത്തിലെത്തിയപ്പോൾ ഹിരണ്യകശിപു ചോദിക്കുന്നു, പഠിച്ച പാഠത്തിൽ ഒരു നല്ല പാഠം പറയൂ. പ്രഹ്ലാദൻ പറഞ്ഞു, നാമം ജപിക്കാൻ പറ്റാതെ വീട് ഒരു പൊട്ടക്കിണർ പോലെയാണ്. ഹിത്വാ ആത്മപാതം ഗൃഹം അന്ധകൂപം വനം ഗതോ യത് ഹരിമാശ്രയേത്. നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലം ഇതുപോലെ ക്ഷേത്രങ്ങളാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ല ചിന്താഗതികൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഭിക്ഷക്കാരന്മാർ മിക്കവാറും ക്ഷേത്രത്തിൻ്റെ വാതിലിലേ ഇരിക്കുള്ളൂ. നല്ല തറക്കമുള്ള സ്ഥലത്തിൽ ഉണ്ടാവണമെങ്കിൽ സിനിമ കാണിക്കുന്ന ഇടത്തിൻ്റെ മുമ്പിൽ കൂടുതൽ ഭിക്ഷക്കാർ ഇരിക്കാറില്ലേ. എന്താ കാരണം? സിനിമ നോക്കി വരുന്നവർക്ക് ഭിക്ഷയിടം തോന്നുന്നേ ഇല്ലേ. ക്ഷേത്രത്തിൽ പോയവർക്ക് കുറച്ചെങ്കിലും മനസ്സ് ഇപ്പോൾ സാത്വികത ഉണ്ടാവും. അപ്പോൾ ചോദിച്ചാൽ ഇപ്പോൾ 10 രൂപ ചോദിച്ചാൽ 2 രൂപയെങ്കിലും കൊടുക്കും. അപ്പോൾ നല്ല പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലം ഇതുപോലെ ക്ഷേത്രങ്ങളോ ഇല്ലെങ്കിൽ കാട്ടിലാണെങ്കിൽ കാട്ടിൽ എവിടെയായാലും നല്ല പോസിറ്റീവ് ഉള്ള സ്ഥലത്തിൽ ഇരുന്ന് നാമം ജപിക്കണം. ഇല്ല നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ നാമം ജപിച്ചാൽ അത് ശരിയാവും. ഇപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? നാമം ജപിക്കാൻ വേണ്ടി ഒരു മെഷീൻ വന്നിട്ടുണ്ട്, അത് കുത്തി വെച്ചാൽ മതി, അത് ജപിച്ചോളൂ. നാരായണ നാരായണ അമ്മേ നാരായണ ദേവി. പിന്നെ അവസാനം എന്താ? മെഷീനൊക്കെ മുക്തി കിട്ടും. നമുക്ക് കിട്ടുമോ സംശയം?
മെഷീൻ മാത്രം ജപിച്ചാൽ പോരാ, അതിൻ്റെ ഒപ്പം നമ്മളും കൂടി ജപിക്കണം. അങ്ങനെ പൂജാമുറികൾ ഒരു മെഷീൻ വെച്ചിട്ട് കാര്യമില്ല, നമ്മളും ഒരു 5 മിനിറ്റെങ്കിലും ജപിക്കണം. അതാണ് ഇവിടെ പ്രഹ്ലാദൻ പറയുന്നു, ഹിത്വാ ആത്മപാതം ഗൃഹം മന്ധകൂപം വനം ഗതോ യദ് ഹരിമാശ്രയേത്. ഇത് പറഞ്ഞപ്പോൾ ഹിരണ്യകശിപു ശ്രദ്ധിച്ചിട്ടില്ല, കുട്ടി എന്തോ പറയുന്നു എന്ന് വിട്ടു. രണ്ടാമത്തെ അവധി ദിവസം വീണ്ടും കൊട്ടാരത്തിലെത്തിയപ്പോഴാണ് വീണ്ടും അതേ ചോദിക്കുന്നു, നല്ല പാഠം പറയൂ. അപ്പോൾ വീണ്ടും പ്രഹ്ലാദൻ ഉപദേശിക്കുന്നു, ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. നവവിധ ഭക്തിയെ ഉപദേശിക്കുന്നു. ആദ്യം ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഇത് എളുപ്പ ഭക്തിയാണ്, സുലഭമായ ഭക്തിയാണ്. കഥ പറയുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, തൊണ്ടവേദനയ്ക്കും, പിന്നെ കൃത്യസമയത്തിൽ നിർത്തണം, ഇതൊക്കെ വേണം. കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. ഇപ്പം കാണണമെങ്കിൽ കണ്ണ് തുറന്ന് കാണണം, സംസാരിക്കണമെങ്കിൽ വായ തുറന്ന് സംസാരിക്കണം. പക്ഷെ കേൾക്കാൻ വേണ്ടി കാതുങ്ങളെ തുറക്കേണ്ട ആവശ്യമില്ല, അത് തുറന്നു തന്നെ വെച്ചിട്ടുണ്ട് ഭഗവാൻ. ഇപ്പം കൂടുതൽ കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മതി മതി, നിറഞ്ഞു, വയറ് നിറഞ്ഞു, മതി പറയും. അതുപോലെ കഥ കേൾക്കുന്നവർ കാത് നിറഞ്ഞു, മതി മതി, ഇനി സ്ഥലമില്ല, അങ്ങനെ പറയാറില്ല. എത്ര ശബ്ദം കേട്ടാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ സുലഭമായ ഭക്തിയാണ് ശ്രവണഭക്തി. പിന്നെ ശ്രവണം ചെയ്യുമ്പോൾ പിന്നെ കീർത്തനം ചൊല്ലാൻ തോന്നും, കീർത്തനം ചൊല്ലുമ്പോൾ തന്നെ സ്മരണം ഉണ്ടാവും. ഇങ്ങനെ നവവിധ ഭക്തി ഉപദേശിച്ചപ്പോൾ ഹിരണ്യകശിപു വാളും എടുത്ത് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, എൻ്റെ മകൻ നോക്കാണ്ട, ഇവനെ വധിച്ചോളൂ എന്ന് പറഞ്ഞ് അസുരന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരൊക്കെ ഒരാളെ എങ്ങനെ കൊല്ലണം അതൊക്കെ പഠിച്ച് PhD പഠിച്ചവരാണ് അത് ആ കാര്യത്തിൽ. അവർ പലതരത്തിൽ ഇവിടെ നോക്കുന്നു. സശൂലൈരാവിദ്ധഃ സുബഹുമഥിതോ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈർദഷ്ടോപ്യനശന ഗരാഹാര വിധുതഃ ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹ പരമാത്മന്നയി വിഭോ ത്വയിന്യസ്താത്മത്വാൻ കിമപി ന നിപീഡാം അഭജത്. ആദ്യം ശൂളം കൊണ്ട് കുത്തിയപ്പോൾ എന്തായി? ശൂളം മുറിഞ്ഞു. ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, ശൂളം മുറിഞ്ഞു. ഹിരണ്യ സന്തോഷം, എൻ്റെ മകനല്ലേ, എന്നെ പോലെ നല്ല ആരോഗ്യം, അതുകൊണ്ടാണ് ശൂളം മുറിഞ്ഞു. പിന്നെ ആണയെ കൊണ്ട് ചവിട്ടിപ്പിക്കാൻ പറഞ്ഞു. ആണ അടുത്ത് വന്നപ്പോൾ ഗജേന്ദ്രവരദാന ഭഗവാനെ സ്മരിച്ചപ്പോൾ എന്തായി? ആണ് പ്രഹ്ലാദനെ സ്വന്തം തലയിൽ മസ്തിഷ്കത്തിൽ വെച്ച് കൊണ്ട് ഇറക്കി. അപ്പോഴും ഹിരണ്യകശിപു അത്ഭുതപ്പെട്ടിട്ടില്ല. ഈ ആന പ്രഹ്ലാദൻ്റെ ഓരോ ജന്മദിവസവും ബർത്ത്ഡേ ദിവസം പ്രഹ്ലാദനെ തലയിൽ കൊണ്ടുപോയ ആണല്ലേ ഇന്ന് ബർത്ത്ഡേ വിചാരിച്ചിട്ടുണ്ടാവും. അത് വേണ്ട, തീയിലിട്ടോളൂ. തീ മൂട്ടി അതിൻ്റെ ഉള്ളിലിട്ടപ്പോൾ എന്തായി? തീൻ്റെ ഉള്ളിൽ നിന്നും നാരായണ 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 ജപിക്കുന്നു. പ്രഹ്ലാദനക്ക് ചൂടില്ലേ? പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്ക് ചൂടേ ഇല്ല, AC മുറിയിൽ ഇരിക്കുന്നതിൻ്റെ അനുഭവമാണ്. പശ്യാമി പത്മാസ്തരണാസ്തുതാണി ശീതാണി സർവാണി ദിശാമുഖാണി. താമരയെ കൂടുതൽ അളർത്തി വെച്ച് താമരയുടെ നടുക്ക് ഇരിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ മലയിൽ നിന്നും താഴെ ഇടാൻ പറഞ്ഞു. മലയിൽ നിന്നും പ്രഹ്ലാദനെ വീഴ്ത്തുന്ന സമയത്ത് പ്രഹ്ലാദനം മാരടം കെട്ടി ഇങ്ങനെ മലർന്ന് വീണു. എന്തുകൊണ്ട് കവിഴ്ന്ന് വീഴുന്നില്ല? പ്രഹ്ലാദൻ വിചാരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടല്ലോ, ഭഗവാനക്ക് സങ്കടം പാടില്ല വിചാരിച്ച് മാരടം കെട്ടി ഇങ്ങനെ മലർന്ന് വീണു. ഇതാണ് പ്രഹ്ലാദൻ്റെ ഭക്തി. നമ്മളൊക്കെ മലയിൽ നിന്ന് വീഴുമ്പോൾ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറയും. ഇവിടെ പ്രഹ്ലാദൻ ഭഗവാനെ രക്ഷിക്കണമെന്ന് വിചാരിക്കും. പ്രഹ്ലാദനക്ക് ആപത്തില്യനും മനസ്സിലാക്കിയപ്പോഴാണ് ഹിരണ്യകശിപുക്ക് പേടിയായി. എന്താ കാരണം? അച്ഛൻ ചെയ്യുന്ന പുണ്യങ്ങൾ മകനക്ക് ഉണ്ടാവും. ഞാനാണ് വരം മേടിച്ചത്, മുകളിൽ മരണം പാടില്ല, താഴെ പാടില്ല, ഉള്ളിൽ പാടില്ല, പുറത്ത് പാടില്ല. ഈ ഹിരണ്യകശിപു മേടിച്ച വരം മുഴുവനും പ്രഹ്ലാദനക്ക് കിട്ടുന്നു. അച്ഛൻ ചെയ്യുന്ന പുണ്യം മാത്രമില്ല, അച്ഛൻ ചെയ്യുന്ന പാപവും കുട്ടികൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. കുട്ടികളെ അവർക്ക് സൗഖ്യം ഉണ്ടാക്കാൻ വേണ്ടി അടുത്തവരെ വഞ്ചിച്ച് അടുത്തവരെ കഷ്ടപ്പെടുത്തി പണം ഉണ്ടാക്കി കാറ് മേടിച്ച് കൊടുത്താൽ കാർ കൊണ്ട് ഇടിച്ച് കയറും. ആളുണ്ടാകുമ്പോൾ സംശയം. അപ്പോൾ കുട്ടികൾക്ക് ജീവിക്കാൻ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സത്കാര്യങ്ങൾ ചെയ്ത് പുണ്യം ഉണ്ടാക്കി വെച്ചോളൂ. എൻ്റെ അച്ഛനമ്മമാർക്ക് ഞങ്ങൾക്ക് പണം ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ
നിറച്ചും ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത് അവിടെ സപര്യമൊക്കെ ചെയ്ത് പൂജിച്ച് അങ്ങനെ പുണ്യം ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്നത്. അപ്പോൾ കുട്ടികളോട് നന്നാവാൻ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്തു വെച്ചാൽ അതുകൊണ്ട് കുട്ടികൾക്ക് ഗുണമുണ്ടാകും. പണം ഉണ്ടാക്കിക്കൊള്ളൂ, പക്ഷേ നേർവഴിയിൽ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അതുകൊണ്ട് ഗുണമുണ്ടാകും. അടുത്തവരെ കഷ്ടപ്പെടുത്തി പണം ഉണ്ടാക്കി അതുകൊണ്ട് കുട്ടികളെ സൗഖ്യം ആക്കണമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് കുട്ടികൾക്ക് സൗഖ്യം ഉണ്ടാവില്ല. ഇവിടെ അതാണ് ഹിരണ്യകശിപുവിൻ്റെ തപസിൻ്റെ പുണ്യം പ്രഹ്ലാദനക്ക് കിട്ടുന്നു. പിന്നെ പ്രഹ്ലാദൻ പാഠശാലയിൽ കൊണ്ടാക്കിയപ്പോൾ കുട്ടികൾക്ക് ഉപദേശിച്ചു പ്രഹ്ലാദൻ. കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിക ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതം. കുട്ടികളെ ചെറുപ്പത്തിൽ കളിച്ച് സമയം കളയുന്നു. കുറച്ച് പ്രായമായാൽ വിദ്യാഭ്യാസത്തിന് ചിലവാക്കി അതിന് സമയം കളയുന്നു. പിന്നെ വിവാഹം കഴിച്ചാൽ കുടുംബം നോക്കാൻ വേണ്ടി സമയം കളയുന്നു. പിന്നെ സത്താത്തിന് വരണം പറഞ്ഞാൽ പിന്നെ റിട്ടയറായ ശേഷം വന്നോളാൻ പറയുന്നു. റിട്ടയറായ ശേഷം പിന്നെ വന്നിട്ട് എന്താ കാര്യം? റിട്ടയർമെൻറ്റ് കൊടുക്കുന്നത് എന്തിനാ? ഇയാൾക്ക് നോക്കാൻ വയ്യ, കമ്പ്യൂട്ടറിൽ എ തട്ടാൻ പറഞ്ഞാൽ ബി തട്ടുന്നു. ഇനി ജോലി ചെയ്യാൻ പറ്റാത്ത സമയമായി പൊയ്ക്കോളൂ പറയും. ഇപ്പം ശരീരത്തിൽ ആരോഗ്യം കുറഞ്ഞ സമയത്തിൽ ഇവിടെ സത്താത്തിന് വന്നിട്ട് കാര്യമില്ല. ആരോഗ്യം ഉള്ള സമയത്ത് വന്ന് ഇങ്ങനെ സത്കഥകളൊക്കെ കേട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം. അതാണ് കൗമാര ആചരേത് പ്രാജ്ഞ. കൗമാരം പറഞ്ഞാൽ 5 വയസ്സ് മുമ്പാണ്. അങ്ങനെ തുടങ്ങണം എന്നാണ് ഇവിടെ പ്രഹ്ലാദൻ ഉപദേശിക്കുന്നു. ഭഗവാനെ എങ്ങനെ ഭജിക്കണം? നാമജപമാണ് ഭജനം. എല്ലാ മഹാത്മാക്കളും പറഞ്ഞ കാര്യം അതേ തന്നെയാണ്. നാമം ജപിച്ചോളൂ പറഞ്ഞ് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നു. ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ, ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല. ലക്ഷ്മീ നാരായണ രംഗ രംഗ വിഠല, ലക്ഷ്മീ ഗോവിന്ദ വിഠല, ഗോപാല വിഠല, ഗോവിന്ദ വിഠല, ശ്രീരംഗ വിഠല, പാണ്ഡുരംഗ വിഠല, ശ്രീരംഗ വിഠല, പാണ്ഡുരംഗ വിഠല. ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല, ജയ് ജയ് വിഠല, ജയ് ജയ് വിഠല. എല്ലാവരും നാമം ജപിക്കാൻ തുടങ്ങി. അവസാനം പള്ളിക്കൂടം ഭജനകൂടമായി. ഉടനെ ഉപാധ്യായന്മാർ ഹിരണ്യകശിപോട് വിഷയം അറിയിച്ചു. ഹിരണ്യകശിപു ഓടി വന്നു പ്രഹ്ലാദനോട് ചോദിക്കുന്നു, ശാസനം കിംബലോത്യഗാഹ, എന്നെ എതിർത്ത് നിൽക്കാൻ നിന്റെ ബലം എന്താണ്? പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ എനിക്ക് മാത്രമില്ല, ഈ ലോകത്തിൽ സകലർക്കും ആ വിഷ്ണുവാണ് ബലം. ബലം മേ വൈകുണ്ഠ തവ ച ജഗതാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. എല്ലാവർക്കും വിഷ്ണു ബലം പറഞ്ഞപ്പോൾ വിഷ്ണു എവിടെ എന്ന് ചോദിക്കുന്നു. ചോദ്യം തന്നെ തെറ്റാണ്. വിഷ്ണു പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആളാണ് വിഷ്ണു. അതുപോലെയാണ് ചോദിക്കുന്നു. 8 കാലിക്ക് എത്ര കാൽ? ചോദ്യം ചോദിച്ചാൽ എന്താണ്? അതുപോലെയാണ്. വിഷ്ണു എല്ലാ ദിക്കിലിരിക്കുന്ന ആൾ എവിടെ അങ്ങനെ ചോദിക്കുന്നു. വിഷ്ണു എവിടെ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, സർവത്ര ദൃശ്യത്തെ, എല്ലാ ദിക്കിലും ഉണ്ട്. കസ്മാത് സ്തംഭേ ന ദൃശ്യത്തെ, ഈ തൂണിലുണ്ടോ ചോദിക്കുന്നു. ഈ തൂണിലുണ്ടോ ചോദിച്ചപ്പോൾ ഈ തൂണിൽ മാത്രമല്ല എല്ലാ തൂണിലും ഭഗവാനുണ്ട്. നീ കാണിക്കുന്ന ഈ തൂണ് ഞാനിപ്പോൾ പൊളിക്കും. നീ പറയുന്ന ഭഗവാൻ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ നിന്റെ കഥ കഴിക്കും. പ്രഹ്ലാദൻ ധൈര്യമായിട്ട് പറയുന്നു, അച്ഛാ തൂണിൽ ഭഗവാനുണ്ട്, പക്ഷെ തൂണ് പൊളിച്ചാൽ ഭഗവാൻ വരുമോ ചോദിച്ചാൽ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ ദർശനം കിട്ടും. തൂണ് പൊളിച്ചാൽ ഭഗവാനെ കാണാൻ പറ്റുമെങ്കിൽ നമ്മളെല്ലാവരും പുറപ്പെട്ട് ഒരു സാധാരണ ഒരു വീട്ടിൽ ഇടിഞ്ഞു പോയ ഒരു വീട്ടിൻ്റെ തൂണ് പൊളിച്ച് നരസിംഹ ഉണ്ടോ നോക്കിയാൽ കാണാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഭഗവാൻ ഉണ്ട് പറയാറുണ്ട്. ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ കാണണമെങ്കിൽ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തി ഒരു ഡാക്ടറെ വിളിച്ച് കീറി നോക്കി കാണാൻ പറ്റില്ല. അതിന് പ്രത്യേക ഒരു മരമുണ്ട്. ഇപ്പം പാലിൻ്റെ ഉള്ളിൽ നെയ്യുണ്ട്. പാലിൻ്റെ ഉള്ളിൽ നെയ്യുണ്ട് പറഞ്ഞാൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. അതിനൊരു പ്രോസസ്സ് ചെയ്യണം. ആദ്യം പാല് കാച്ചണം, പിന്നെ ഉറവൊഴിക്കണം, പിന്നെ തൈരായ ശേഷം തൈര് കലക്കണം, പിന്നെ വെണ്ണ എടുക്കണം,
വെണ്ണ ഉരുക്കിയാൽ നെയ്യ് കാണാൻ സാധിക്കും. ഒരു പാലിൽ ഇരിക്കുന്ന നെയ്യ് കാണണമെങ്കിൽ അത് ഇത്രയും പ്രോസസ്സ് വരും. അതേപോലെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണണമെങ്കിൽ അതിന് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം ഇങ്ങനെ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ കീരി കാണാൻ പറ്റില്ലേ? ഈ കാരണം മാസമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ഉള്ളിലുണ്ട്, പക്ഷെ അത് കാണാനുള്ള യോഗ്യത നമുക്കും ഉണ്ടാവണം. ഇന്ന് പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, അന്ത്യസമയത്തിൽ എല്ലാവരും പിച്ചിമ്പി എന്തോ പറയും, നിന്റെ അന്ത്യസമയമായി എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ വിളിച്ചു കണ്ട് സ്തംഭം തതാട് അതിബലഹ സ്വമുഷ്ടിന, തൻ്റെ മുഷ്ടി ചുരുട്ടി ആ സ്തംഭത്തിൽ വേഗം ഒരു ഇടി കൊടുത്തു. ഇടിച്ച അടുത്ത ക്ഷണം സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കണ്ണോ സമാചൂർണയന്നാഘുർണ ജഗദണ്ഡ കുണ്ഡഘോരോ ഘോരസ്തവാഭുദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യസ്മൃതം കമ്പഃ കശ്ചന സംപപാദതലിതോപ്യം ഭോജഭൂർവിഷ്ടരാത് ദൈത്യേ ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി മഹാസംരംഭിനി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേ തദദ്ഭുതമിതി വിഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർത്യദ്ധവലോഗ്രരോമ വികസദ്വർഷ്മാ സമാജൃംഭസാഃ തപ്തസ്വർണ്ണസവർണ്ണഘൂർണതിരൂക്ഷാക്ഷം സടാ കേസരപ്രോത്കുംഭ പ്രണികുംഭിതാംബരമഹോജീയാത്തവേദം വപുഃ വ്യാപ്തവ്യാപ്തമഹാദരീശകമുഖം ഖഡ്ഗോഗ്രവദ്ഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാനസമഹാദമുട്രായുവോഡ്ഡാമരം ഉത്സർപ്പത്വലിഭംഗഭീഷണഹണുഃ ക്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവരദോസ്യതോത്കൃതനഃ ക്രൂരാംസുദൂരോർബണം വ്യോമോല്ലംഘി ഘനാഘനോപമഘനപ്രധ്വാനനിർധാവിതസ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തം നാരസിംഹം വപുഃ ഗർജന്തം ഗർജയന്തം നിജഭുജപടലം സ്ഫോടയന്തം ഹഠന്തം രൂപ്യന്തം താപയന്തം ദിവി ഭുവി ദിജം ക്ഷേപയന്തം ക്ഷുവന്തം ക്രന്ദന്തം രോഷയന്തം ദിശി ദിശി സതതം സംഹരന്തം ഭരന്തം വീക്ഷന്തം ഘൂർണയന്തം കരണികരസദേഹി ദിവ്യസിംഹം നമാമി. സ്തംഭേ ഘട്ടയതഃ, സ്തംഭം അടിച്ച അടുത്ത ക്ഷണം സ്തംഭം തൂണ് രണ്ടായി പിളർന്നു. ആദ്യം ഒരു സിംഹത്തിൻ്റെ മുഖം കണ്ടു. ഷടാരോമങ്ങളും കൊഞ്ചുരോമങ്ങളും പാതാളം പോലെ വായും നാവും തീക്ഷ്ണമായ ദംഷ്ട്രകളും 3 കണ്ണുകളും സിംഹമാണോന്ന് വിചാരിക്കുമ്പോൾ തൂണ് പിളർന്നു വരുമ്പോൾ കഴുത്ത് വരെ സിംഹം, കഴുത്തിൻ്റെ താഴെ നാരായണ രൂപവും വൈജയന്തിമാല വനമാലാധാരിയായി പട്ട് പീതാംബരം ഉടുത്ത് ഭഗവാൻ ആയിരക്കണക്കിന് കൈകളിൽ 1000 ആയുധങ്ങൾ ധരിച്ച് സ്തംഭത്തിൽ നിന്നും മണ്ഡപത്തിലേക്ക് ചാടി വന്ന ഭഗവാൻ വളരാൻ തുടങ്ങി. ദിവിസ്പൃശത്കായം, ആകാശം വരെ വളർന്ന് വലിയ രൂപം സ്വീകരിച്ചപ്പോൾ ഹിരണ്യകശിപും വലിയ രൂപം സ്വീകരിച്ച് ഹിരണ്യകശിപുവിൻ്റെ അനുയായികളെ അസുരന്മാർക്ക് ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ ആയുധങ്ങൾ പ്രയോഗിക്കുന്നു അത് പിടിച്ച് വീണ്ടും അവരെ തന്നെ ഭഗവാൻ അടിക്കുന്നു. കുറച്ചു നേരം ഹിരണ്യകശിപുവോട് യുദ്ധം ചെയ്യുന്നു. എന്താ കാരണം? സന്ധ്യാസമയത്തിൽ കൊല്ലണം, അതാണ് വരം. ആ സന്ധ്യാസമയം പ്രതീക്ഷിച്ചു കൊണ്ടാണ് കുറച്ചു നേരം യുദ്ധം ചെയ്തു. പിന്നെ സന്ധ്യാസമയം ആയപ്പോൾ ഭഗവാൻ ചാടി പുറപ്പെട്ടു. ഹിരണ്യകശിപു രക്ഷപ്പെടാൻ വേണ്ടി പിന്നാക്കം ഓടി. പിന്നിൽ ചെന്നപ്പോൾ വേറെ ഒരു നരസിംഹരൂപം സ്വീകരിച്ച് മുന്നിലും പിന്നിലും 2 നരസിംഹം. വലതുവശം ഓടുന്ന സമയത്തിൽ വലതുവശത്ത് ഒരു നരസിംഹം, ഇടതുപക്കം ഓടാൻ ശ്രമിച്ചപ്പോൾ ഇടതുവശത്ത് ഒരു നരസിംഹം, ഇടയിൽ ഓടാൻ ശ്രമിച്ചപ്പോൾ ഇടയിൽ നരസിംഹം, പാതാളത്തിൽ ഓടി രക്ഷപ്പെടാൻ വിചാരിക്കുമ്പോൾ പാതാളത്തിലും നരസിംഹം, ആകാശത്തിൽ പറക്കാൻ വിചാരിക്കുമ്പോൾ ആകാശത്തിൽ നരസിംഹം. വിദിക്ഷു ദിക്ഷു ഊർധ്വം അധഃ സമന്താദ് അന്തർബഹിർ ഭഗവാൻ നാരസിംഹ. ആയിരക്കണക്കാണ് രൂപം സ്വീകരിച്ച് ഭഗവാൻ ഒരു അട്ടഹാസം ചെയ്തു. കൃത്വാട്ടഹാസം കരമുത്സ്വനോൽബനം നിമീലിതാക്ഷം ജഗൃഹേ മഹാജവ. അട്ടഹരിച്ചപ്പോൾ ഹിരണ്യകശിപു കണ്ണടച്ചു. എല്ലാ നരസിംഹം ഒരേ രൂപം സ്വീകരിച്ച് ഹിരണ്യകശിപുവിനെ കട്ടിപ്പിടിച്ച് കൊണ്ടുപോയി ഉമ്മറപ്പടിയിൽ കയറിയിരുന്നു. ഒരു കാല് താഴെ ഇട്ടു, അടുത്ത കാലം മടക്കി വെച്ചു. അതിൻ്റെ മുകളിൽ ഹിരണ്യകശിപുവിനെ മലർത്തിയിട്ടു. ഹിരണ്യകശിപു തുള്ളിച്ചാടുന്നു. 2 കൈ കൊണ്ട് കാല് അമർത്തി പിടിച്ചു, 2 കൈ കൊണ്ട് കൈകൾ അമർത്തി പിടിച്ചു. പിന്നെ കുറുത്ത നഖങ്ങൾ കൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ മാരടം കീറുന്ന സമയത്ത് ഒരു അലർച്ച, ഹിരണ്യ രക്തം ഇങ്ങനെ ചാടി വരുന്നു. ആ ഹിരണ്യകശിപുവിൻ്റെ രക്തം തെളിച്ചു. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ഭാഗവതത്തിൽ. പക്ഷേ ഭട്ടത്തിരി പറയുമ്പോൾ കുടിച്ചു എന്നാണ് പറയുന്നത്. പായം പായം ഉദയരയോ ബഹുജഗത് സംഹാരി സിംഹാരവാണ്. ഹിരണ്യകശിപു രക്തം കുടിക്കാൻ എന്താ കാരണം? പ്രഹ്ലാദനക്ക് ജന്മം നൽകിയ രക്തമല്ലേ. അതുകൊണ്ട് ഇതിൽ എത്ര പ്രഹ്ലാദൻ കൊണ്ടോ അറിഞ്ഞുകൂടാ, അതും വേസ്റ്റാക്കണം വിചാരിച്ച് ഭഗവാൻ അത് രക്തം കുടിച്ച് കുടലെടുത്ത് മാളയായി ഇട്ടു. ഭഗവാൻ ഒരു അട്ടഹാസം ചെയ്തപ്പോൾ ദേവന്മാർക്ക് പേടിച്ച് സ്തുതിക്കുന്നു. ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ 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 ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ
ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ 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 നരസിംഹ ജയ 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 നരസിംഹ. ദേവന്മാർ സ്തുതിച്ചിട്ടും ഭഗവാന്റെ ആവേശം മാറണില്ലേ. എവിടെ പ്രഹ്ലാദൻ? അങ്ങനെ ഭഗവാൻ ഗർജനം ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാവ് പേടിച്ച് മഹാലക്ഷ്മിയോട് പറഞ്ഞു, വേഗം ഒന്ന് നിന്റെ ഭർത്താവിനെ സമാധാനം ചെയ്യണം. എന്നാൽ ചില ഭർത്താക്കൾ ശുണ്ഠിയെടുക്കുന്ന സമയത്ത് ഭാര്യ വന്നാൽ മതി, പിന്നെ മിണ്ടാതിരുന്നോളൂ. അതുപോലെ വിചാരിച്ചു ബ്രഹ്മാവ് മഹാലക്ഷ്മി വിളിച്ചു കൊണ്ടുവന്നു. മഹാലക്ഷ്മി വന്നപ്പോൾ വീണ്ടും ഒരു അട്ടഹാസം ചെയ്തപ്പോൾ മഹാലക്ഷ്മി വന്ന വഴി കണ്ടു, പോയ വഴി കണ്ടില്ലേ. മഹാലക്ഷ്മി വരുന്ന വഴി കാണാം, പൂർണ്ണ വഴി കാണാൻ പറ്റില്ല. അപ്പോഴാണ് മഹാലക്ഷ്മി ബ്രഹ്മാവോട് കാണിച്ചു കൊടുത്തു, പ്രഹ്ലാദനെ അഴിച്ചു വിട്ടോളൂ. പ്രഹ്ലാദനക്ക് വേണ്ടിയല്ലേ ഭഗവാൻ വന്നു. ഉടനെ പ്രഹ്ലാദനെ പറഞ്ഞു വിട്ടു. പ്രഹ്ലാദൻ വന്നപ്പോൾ പ്രഹ്ലാദനക്ക് പേടിയില്ലേ. ഉഗ്രോപി അനുഗ്രജേവായം സുഭക്താനാം കേസരി കേസരി വസ്വപോതാനാം അന്യേഷാം ഉഗ്രവിഗ്രഹ. സിംഹം ഇരിക്കുമ്പോൾ ബാക്കി മൃഗങ്ങൾ പേടിച്ചിരിക്കും, സിംഹത്തിൻ്റെ കുട്ടി പേടിക്കാറില്ല, ധൈര്യമായിട്ട് മുന്നിൽ വന്ന് നിൽക്കും. അങ്ങനെ സിംഹത്തിൻ്റെ കുട്ടി പോലെ പ്രഹ്ലാദൻ അങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നരസിംഹൻ ശാന്തനായി. തീപാറും കണ്ണിൽ നിന്നും ആനന്ദബാഷ്പമൂറി. ഘോര കൂർത്തുമുറുത്ത നഖങ്ങളൊക്കെ ഉള്ളിലേക്ക് ചെന്നു. ഷടാരോമങ്ങൾ കുഞ്ഞുരോമങ്ങളെ ശാന്തമായി. ഭഗവാൻ ശാന്ത നരസിംഹനായി ആ പ്രഹ്ലാദനെ എടുത്ത് സ്വന്തം മടിത്തട്ടിൽ വച്ചു. പിന്നെ അവിടെ ഇരുന്ന ഹിരണ്യകശിപുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. കാരണം ഇനി പ്രഹ്ലാദനെ സിംഹാസനത്തിൽ ഇരുത്തണമെങ്കിൽ ഒരു പുണ്യാഹം കഴിക്കണ്ടേ. പുണ്യാഹം കഴിക്കുന്ന പകരം ഭഗവാൻ കയറിയിരുന്നാൽ മതി, അത് തന്നെ ഒരു പുണ്യാഹം. എൻ്റെ ഗുരുനാഥൻ ഒരു ഗൃഹപ്രവേശത്തിന് ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഇപ്പം ഞാൻ വന്ന ശേഷം പിന്നെ പുണ്യാഹം കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വലിയ മഹാത്മാക്കൾ വന്നാൽ അത് തന്നെ ഒരു തീർത്ഥം പോലെയാണ്, പിന്നെ പ്രത്യേകം പുണ്യാഹമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭഗവാൻ ആ സിംഹാസനത്തിൽ കയറിയിരുന്നു. ഇപ്പോൾ പ്രഹ്ലാദനക്ക് എന്തായി? ഡബിൾ സിംഹാസനം. ഒരു സിംഹാസനം, അതിൻ്റെ മുകളിൽ ഒരു സിംഹം, ആ സിംഹത്തിൻ്റെ മുകളിൽ പ്രഹ്ലാദൻ. അങ്ങനെ ഭഗവാന്റെ മടിത്തട്ടിൽ ഇരുന്ന് ഭഗവാനെ നോക്കി ഗംഭീര സ്തുതി ചെയ്തു. ബ്രഹ്മാദയസുരഗണാമുനയോധ സിദ്ധാഃ സത്വൈകതാനമതയോ വചസാം പ്രവാഗൈഃ നാരാധിതും പുരുഗുണൈരധുനാപി പിപ്രുഃ കിം തോഷ്ടുമർഹതി സമേ ഹരിയുഗ്രജാതേഃ. ഗുരുനാഥൻ പറയും, നരസിംഹത്തിന് പാണകമാണ് ഇഷ്ടം. നരസിംഹ ഭഗവാനക്ക് പാണകത്തെക്കാൾ കൂടുതൽ ഇഷ്ടം ഈ പ്രഹ്ലാദ സ്തുതിയാണ്. ആ പ്രഹ്ലാദ സ്തുതി ചൊല്ലിയാൽ കൂടുതൽ സന്തോഷമുണ്ടാവും. പിന്നെ പ്രഹ്ലാദനോട് എന്താണ് വരം വേണം ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, വരം വേണം, തോണാൻ പാടില്ലേ, അങ്ങനെ ഒരു വരം തന്നോളൂ. കാമാനാം ഹൃദി അസംരോഹം ഭവതസ്തു വൃണേവരം. ഭഗവാൻ പറഞ്ഞു, നിനക്ക് വരം വേണ്ട, എനിക്ക് കൊടുക്കാൻ താത്പര്യം, എനിക്ക് വേണ്ടി എന്തെങ്കിലും വരം മേടിക്കൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനക്ക് സദ്ഗതി കിട്ടണേ. ഭഗവാൻ അത്ഭുതപ്പെട്ടു, ഇത്രയും ദ്രോഹിച്ച അച്ഛനക്ക് പോലും സദ്ഗതി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പിന്നെ നിന്റെ അച്ഛനക്ക് നീ ജനിച്ചത് കൊണ്ട് സദ്ഗതി കിട്ടിക്കഴിഞ്ഞു, വേറെ വരം മേടിച്ചോളൂ പറഞ്ഞപ്പോഴാണ്, ഞാൻ എവിടെ ജനിച്ചാലും നാഥയോനി സഹസ്രേഷു യേഷു യേഷു വ്രജാമ്യഹം തേഷു തേഷു അചലാഭക്തി അച്യുതാസ്തു സദാത്വയി. ഞാൻ എവിടെ ജനിച്ചാലും നിന്റെ പാദത്തിൽ മാറാത്ത ഭക്തി വേണം പ്രാർത്ഥിച്ചു. ഇത് കേട്ടപ്പോൾ നരസിംഹൻ പറഞ്ഞു, ഞാൻ തോറ്റു പ്രഹ്ലാദ, ഭക്തിയിൽ നീ ജയിച്ചു. നിനക്ക് പ്രത്യേക അനുഗ്രഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നിനക്ക് മുമ്പ് എത്ര ഭക്തന്മാർ ഉണ്ടായിരുന്നുവോ, നിനക്ക് ശേഷം എത്ര ഭക്തന്മാർ വരാൻ പോകുന്നുവോ, ഇപ്പോൾ തത്കാലം എത്ര ഭക്തന്മാർ ലോകത്തിലുണ്ടോ, എല്ലാവർക്കും നീ തന്നെയാണ് രാജാവ്. സർവേഷാം പ്രതിരൂപധൃത്. ഭക്ത സാമ്രാജ്യ ചക്രവർത്തിയാക്കി ഭഗവാൻ പട്ടാഭിഷേകം നടത്തി. പട്ടാഭിഷേകം നടത്തണമെങ്കിൽ സിംഹാസനം വേണ്ടേ? ഭഗവാന്റെ മടുത്തിട്ടത്തിൻ്റെ സിംഹാസനമായി. സിംഹാസനം പറഞ്ഞാൽ എല്ലാവരും സിംഹത്തിൻ്റെ ബൊമ്മയിൽ കയറിയിരിക്കും. ഒറിജിനൽ ലൈവ് സിംഹാസനം വേണ്ടേ? ഒറിജിനൽ സിംഹാസനം പ്രഹ്ലാദർക്ക് മാത്രം കിട്ടി. പിന്നെ ഭഗവാന്റെ ആനന്ദ കണ്ണുനീർ തന്നെ പട്ടാഭിഷേക തീർത്ഥമായി, ഭഗവാന്റെ അഭയഹസ്തം തന്നെ കിരീടമായി. ഇങ്ങനെ ഭഗവാൻ ഭക്ത സാമ്രാജ്യ ചക്രവർത്തിയാക്കി അനുഗ്രഹിച്ചു. ഈ ചരിത്രം നാരദൻ ധർമ്മപുത്രൻ്റെ രാജസൂയ സദസ്സിൽ പാടി കേൾപ്പിക്കുന്ന സമയത്ത് മുതൽ ശ്രോതാവായി, ആദ്യത്തെ ശ്രോതാവായി അവിടെ നിൽക്കുന്നത് ആരാണ്? സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇരുന്ന് കേൾക്കുന്നു. കോചിദ്രുതതി വൈകുണ്ഠ ചിന്താശബലചേതനഃ. പ്രഹ്ലാദൻ ഭഗവാന്റെ കാരുണ്യം ഓർത്ത് ചിലപ്പോൾ കരയാറുണ്ട് പറയുമ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ട് കേട്ടു. ശ്രീകൃഷ്ണ ഭഗവാനും
പറഞ്ഞുകൊണ്ട് കഥ കേൾക്കുന്നു. പിന്നെ സത്യം വിധാതും നിജഭൃത്യഭാരതം ഹിരണ്യകശിപു തൂണ് അടിച്ചപ്പോൾ അതിൽ നിന്നും നരസിംഹൻ ചാടി വന്നു പറഞ്ഞപ്പോൾ എല്ലാവരും നരസിംഹ രക്ഷിക്കണേ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനും മുണ്ടൊക്കെ അരയിൽ കട്ടി നരസിംഹ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് നോക്കി നാരദൻ, ഇയാളെ എല്ലാവരെയും പറ്റിക്കുന്നുണ്ടല്ലോ. ധർമ്മപുത്രനെ വിളിച്ചു പറഞ്ഞു, നരസിംഹം ആരാണ് അറിയാവോ? പ്രഹ്ലാദനക്ക് ഭാഗ്യം, പ്രഹ്ലാദനക്ക് വേണ്ടി വന്ന അവതാരമല്ലേ. അപ്പോൾ പറഞ്ഞു നാരദൻ, പ്രഹ്ലാദനേക്കാൾ ഭാഗ്യവാൻ നീ തന്നെയാണ്. അന്ന് പ്രഹ്ലാദനക്ക് 1 അവറിൽ വന്ന് ഓടിയ ആരാണ്? ഈ കൃഷ്ണനാണ്. അന്ന് നരസിംഹത്തിൻ്റെ മുഖം മൂടി കെട്ടി വന്നു. ഈ കൃഷ്ണനാണ് അന്ന് നരസിംഹത്തിൻ്റെ വേഷം കെട്ടി വന്നു കാണിച്ചു കൊടുത്തപ്പോൾ പാർത്ഥ പരമവിസ്മിത. ധർമ്മപുത്രൻ അത്ഭുതപ്പെട്ടു, വീണ്ടും ഭഗവാനെ പൂജിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഹ്ലാദ ചരിത്രം സമർപ്പിക്കുന്നു. അതിനുശേഷം വർണ്ണാശ്രമധർമ്മങ്ങൾ പറഞ്ഞുകൊണ്ട് 7ാമത്തെ സ്കന്ധം സമർപ്പിച്ചു. ഇനി 8ാമത്തെ സ്കന്ധമാണ്